ഇവിടെ ഏരിയ കൂടുതലുണ്ടെങ്കിലും സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ വർക്ക് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഹായ്, 5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1073 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരുമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീദ് അനുഗ്രാസിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസിൽ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാർഡ് ചെയ്യാനാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കാണാം. വീടിന്റെ ഡിസൈൻ കണ്ടല്ലോ. 5 സെന്റ് പ്ലോട്ടിന് വേണ്ടിയാണ് ഈ ഒരു വീടിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഇനി വീട് നിർമ്മിക്കുന്നതിന് എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് ആദ്യം പറയാം. അതിനുശേഷം വീടിന്റെ പ്ലാനും 3D പ്ലാനൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആദ്യമായിട്ട് ഇതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ 1073 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ ആണ്. നമ്മളിതിൽ ഒരു സ്റ്റെയറും ഒരു സ്റ്റെയർ റൂം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് അടുത്ത് എക്സ്ട്രാ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ മാത്രമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഫൗണ്ടേഷന് 3,39,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഓരോ സ്റ്റേജിൽ എത്ര വരും എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷന് 3,39,000 രൂപ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ് ഇതിനൊക്കെ ആയിട്ട് 7,33,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അടുത്തത് പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല് 5,76,000 രൂപ. ഇലക്ട്രിക്കൽ, പ്ലംബിങ് 2,96,000 രൂപ. ഡോർസ് ആൻഡ് വിൻഡോസ് 2,10,000 രൂപ. അപ്പം ഇങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലായിട്ട് ഈ വീടിന്റെ കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 21,55,000 രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിനായിട്ട് ടോട്ടൽ ആകെ കോസ്റ്റ് വരുന്നത്. 1073 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2,008 രൂപയാണ്, അതായത് 2,000 രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അതിന് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ കരിങ്കല്ലിന്റെ ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. നമ്മൾ 2 അടി ഡെപ്തിൽ ചെയ്യുന്ന ഫൗണ്ടേഷന്റെ വർക്കാണ്. അപ്പോൾ ഇതിൽ എർത്ത് വർക്കിന് ആയിട്ടൊരു 12,000 രൂപയോളം വന്നിട്ടുണ്ട്. നമ്മൾ ഒരു JCB അല്ലെങ്കിൽ ഹിറ്റാച്ചിയെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസത്തെ വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ 1-2 ലേബറും അതിൽ വേണ്ടി വരും. അടുത്ത അതിന്റെ കരിങ്കല്ലിന്റെ വർക്ക് 1,23,000 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 അടി ഡെപ്തിൽ വരുന്ന ഫൗണ്ടേഷനാണ് കരിങ്കല്ല്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു റേറ്റ് പറയുമ്പോൾ ഇതിപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആണ്, 1073 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന്റെ 3,40,000 അടുത്ത് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു റേറ്റ് വെച്ചിട്ട് കേരളത്തിൽ എല്ലായിടത്തും ഇതേ റേറ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഡിസൈൻ ഒരു പ്ലാൻ ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അതനുസരിച്ച് കോസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതാണ്ട് സെയിം ഏരിയ വരുന്ന വീഡിയോയുടെ പ്ലാനുകളും അതിന്റെ കോസ്റ്റ് എത്രയാണ് വന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് 2 വീഡിയോ എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും വേറെ വേറെ ആയിരിക്കും അതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ്. ഫൗണ്ടേഷനിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വാൾ ലെങ്ത് ഒരു 56 മീറ്ററോളം ഈ ഒരു വീടിന്റെ വാളിന്റെ നീളം വരുന്നുണ്ട്. ഈ ഭിത്തി പോകുന്നിടത്തൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ വേണം, അതിന്റെ മുകളിലൊക്കെ ബെൽറ്റ് വേണം. അങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 2,000 ആണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ചെയ്ത വീടുകളുടെയൊക്കെ റേറ്റ് 2,100, 2,200 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നോക്കുക. 1070 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പോർച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് പോർച്ചിനെ സംബന്ധിച്ച് ആ ഒരു സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടെയാണ് ഈ 1073 വരുന്നത്. പക്ഷേ പോർച്ചിൽ ഭിത്തിയൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ പോർച്ചിൽ വരുന്ന ടൈല് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈലല്ല. അതിൽ ഭിത്തി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പ്ലാസ്റ്ററിങ് വരുന്നില്ല, പെയിന്റിങ് ഇതൊക്കെ കുറവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ കൂടുതലുണ്ടെങ്കിലും സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ വർക്ക് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതായത് ഇപ്പോൾ ഈ പോർച്ച് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് എബവ് പോർച്ചിൻ്റെ ഏരിയ തന്നെ കുറയും. ഒരു 900 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുള്ളൂ. പക്ഷേ ഈ 900 സ്ക്വയർ ഫീറ്റിൻ്റെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പെർ സ്ക്വയർ ഫീറ്റ് ഇവിടെ 2,000 എന്നുള്ളത് 2,100 ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇനി അടുത്തത് ഇതിൻ്റെ ബെൽറ്റിൻ്റെ കോസ്റ്റ് 72,000 രൂപ വരുന്നുണ്ട്. എർത്ത് ഫില്ലിങ് ഒരു 70,000 രൂപയോളം അതിന് വരുന്നുണ്ട്. PCC കോൺക്രീറ്റ് 61,000 രൂപ. അങ്ങനെയാണ് നമുക്ക് 3,39,000 രൂപ കോസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് അതിൻ്റെ ബ്രിക്ക് വർക്ക് 3 ലക്ഷം രൂപ വരുന്നത്. സിമെന്റ് ബ്ലോക്കിന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ലിൻഡൽ, സൺഷെയ്ഡ് 1,27,000 രൂപ.
നമ്മളിപ്പോൾ ത്രൂ ഔട്ട് സൺഷെയ്ഡ് കൊടുക്കുന്ന ഒരു കോസ്റ്റാണ് ഇതിൽ പറയുന്നത്. ചില വർക്കുകളിൽ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. നമ്മൾ വിൻഡോയുടെ മുകളിൽ മാത്രമായിട്ട് സൺഷെയ്ഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നീട് അതിൻ്റെ റൂഫ് സ്ലാബ് 3 ലക്ഷം രൂപയാണ് അതിൻ്റെ കോൺക്രീറ്റിന് വരുന്നത്. ഇനി അതിൻ്റെ പ്ലാസ്റ്ററിങ് 2,15,000 രൂപ വരുന്നുണ്ട്. പെയിൻറ്റിങ് 1,68,000 രൂപ. ടൈല് 1,92,200 രൂപയും വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് 2,96,000. അപ്പോൾ ഇതിൽ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാവുന്ന മേഖലകളിലൊന്നാണ് ഇലക്ട്രിക്കൽ പ്ലംബിങ്. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ എല്ലാ വർക്കിലും നമ്മൾ റേറ്റ് പറഞ്ഞു. ഇപ്പോൾ വീഡിയോസിലായാലും ഇപ്പോൾ നമുക്ക് വീട് നിർമ്മിക്കാനായിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു റേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനെ ഒരു റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ 2,96,000 രൂപ ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നത്. നമുക്കിത് ഒരു ചീപ്പ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് അല്ലാത്ത ഒരു ഐറ്റംസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു 75,000 അടുത്ത് ഇതിൽ സുഖമായിട്ട് കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷെങ്കിലും നമ്മളെപ്പോഴും ഒരു വീട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ടാണ് എല്ലാത്തിലും അങ്ങനെ ഒരു റേറ്റ് പറയുന്നത്. പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ പറയുന്ന റേറ്റ് കൂടുതലാണെന്നുള്ളത്. കൂടുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഇനി അതിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് 2,10,000 രൂപ. ഇത് വുഡിൻ്റെ റേറ്റാണ് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് 21,55,000 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു പ്ലാനും 3D പ്ലാനൊക്കെ കാണാം. ഇത് ഈ വീടിൻ്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിങ് ഹാള്, ഇവിടെ ഒരു ഡൈനിങ്, ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം വരുന്നത്. കിച്ചൺ, ഇവിടെ 2 ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെ പ്ലാനാണ്. 300-400 സെൻറ്റിമീറ്റർ എന്ന അളവിൽ പോർച്ച് വരുന്നുണ്ട്. 310-120 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട്. 310-310 എന്ന അളവിൽ ലിവിങ് ഏരിയ. അടുത്തായിട്ട് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കിച്ചൺ. 300-345 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 300-360 സെൻറ്റിമീറ്റർ എന്നാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുകളും അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരും എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഞങ്ങളുടെ ഓഫീസിൽ വരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 3 ഓഫീസുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴെ നമ്പർ കൊടുത്തേക്കാം. നമുക്ക് ഓഫീസിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് സാധാരണ ഇതിൽ ഞങ്ങൾ വർക്കുകൾ എടുക്കുന്നത്. അത്യാവശ്യം വലിയ വർക്കുകളാണെങ്കിൽ മാത്രമാണ് മറ്റു ജില്ലകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് ഇതുപോലെ വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.